ഡിയർ സ്റ്റുഡൻസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF, ഫേം, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, കമ്പനി, ഇങ്ങനെ വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF ആണ്. അപ്പം അതിന് മുമ്പായി ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് കൂടി ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒന്ന് കുറച്ച് ഷോർട്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിലൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തന്നത്. ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷൻസൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കോളൊക്കെ വരച്ച് നിങ്ങൾ വളരെ നീറ്റായി നോട്ടിൽ എഴുതി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിവിജ്വലിൻ്റെ കേസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ബേസിക് കണ്ടീഷൻ്റെയും അഡീഷണൽ കണ്ടീഷൻ്റെയും ഒക്കെ ബേസിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് കണ്ടീഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളതാണത്. ഫസ്റ്റ് കണ്ടീഷൻ, ഹി ഈസ് ഇൻ ഇന്ത്യ ഇൻ ദി പ്രീവിയസ് ഇയർ ഫോർ എ പീരിയഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ. അതുപോലെ ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ആൻഡ് ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് 365 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് 4 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ. നെക്സ്റ്റ് അഡീഷണൽ കണ്ടീഷൻസ് ആണ്. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ in at least 2 out of 10 previous years immediately preceding the relevant previous year. Second, he has been in India for a period of 730 days or more during 7 years immediately preceding the relevant previous year. ഓക്കെ. അടുത്തത് അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് റെസിഡൻറ്റിനെ തീരുമാനിക്കുന്നത് എന്നല്ലേ. ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻ്റ് ആവും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സെക്കൻഡ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷേ 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാത്തവരാണ് നോൺ റെസിഡൻ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF. എന്താണ് HUF എന്ന് പറഞ്ഞാൽ? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലേ. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കർത്ത എന്ന് പറയുന്ന ആളായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥ അല്ല, അതിൻ്റെ തലവൻ ആരായിരിക്കും? അവിടുത്തെ മുതിർന്ന ആളായിട്ടുള്ള കാരണവരായിരിക്കും അല്ലേ. അയാളെയാണ് നമ്മൾ കർത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കർത്ത റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും 2 കണ്ടീഷൻസ് വരുന്നുണ്ട്. ബേസിക് കണ്ടീഷനും വരുന്നുണ്ട്, അഡീഷണൽ കണ്ടീഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഇത്തരം സ്ഥാപനങ്ങൾ മുഴുവനായോ ഭാഗികമായോ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതൊക്കെ ഇന്ത്യയിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ് ബേസിക് കണ്ടീഷൻ പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. ഓക്കെ. ബേസിക് കണ്ടീഷൻസിൽ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ വന്ന അതേ കണ്ടീഷൻസ് തന്നെയാണ് അഡീഷണൽ കണ്ടീഷൻസിൽ വരുന്നത്. നോക്കി നോക്കൂ. ഫസ്റ്റ് വൺ, കർത്ത ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ in at least 2 out of 10 previous years. 10 പ്രീവിയസ് ഇയേഴ്സിൽ 2 years എങ്കിലും കർത്ത ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് പറയുന്നത് കർത്ത ഹാസ് ബീൻ പ്രസൻറ്റ് ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് 730 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് 7 years ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് ദി പ്രീവിയസ് ഇയർ. 7 ഇമ്മീഡിയറ്റ്ലി പ്രസീഡിങ് പ്രീവിയസ് ഇയറിൽ 730 ഡേയ്സ് എങ്കിലും കർത്ത ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള 2 കണ്ടീഷൻസാണ് അഡീഷണൽ കണ്ടീഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസ് വെച്ചാണ് നമ്മൾ HUFൽ റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ റെസിഡൻറ്റിൻ്റെ കേസ് നോക്കി നോക്കൂ. റെസിഡൻ്റ് ആവണമെങ്കിൽ ഈഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ആർ ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. റെസിഡൻ്റ് ആവണമെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഇത്തരം സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റും കൺട്രോളൊക്കെ മുഴുവനായോ ഭാഗികമായോ ഇന്ത്യയിലായിരിക്കണം. അതുകൂടാതെ ഈ 2 അഡീഷണൽ കണ്ടീഷൻസും കർത്ത സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ
അയാളെ റെസിഡൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. സെക്കൻഡ് കേസ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ ഇഫ് ദി കർത്ത ഓർ മാനേജർ ഓഫ് എ റെസിഡൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദി 2 അഡീഷണൽ കണ്ടീഷൻസ്. അതായത് റെസിഡൻറ്റ് കർത്ത യുടെ കേസിൽ അയാൾ റെസിഡൻ്റ് ആയിരിക്കും. അയാളായിരിക്കും ഈ സ്ഥാപനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതൊക്കെ ഇന്ത്യയിൽ നിന്നായിരിക്കും. പക്ഷേ അയാൾ ഈ 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ അയാളെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ എന്താണ്? കൺട്രോൾ മാനേജ്മെൻ്റ് ഒക്കെ ഇന്ത്യയിൽ നിന്നായിരിക്കും. പക്ഷേ 2 അഡീഷണൽ കണ്ടീഷൻസ് കർത്ത സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അത്രയും ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അയാളെ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് ഹോളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഉണ്ടാവും. അതിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളൊക്കെ എവിടെ നിന്നായിരിക്കും? ഔട്ട്സൈഡ് ഇന്ത്യയിൽ, ഇന്ത്യക്ക് പുറത്തു നിന്നാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ കർത്തയെ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുക? നോൺ റെസിഡൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ 2 അഡീഷണൽ കണ്ടീഷൻ, ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല കർത്ത. അപ്പോൾ അതിൻ്റെ ഇത്തരം സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റും കൺട്രോളൊക്കെ ഇന്ത്യയുടെ പുറത്തു നിന്നായിരിക്കും. അതുപോലെ ഈ അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടും ഇല്ലെങ്കിൽ കർത്തയെ നമ്മൾ നോൺ റെസിഡൻ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.